കണ്ണൂർ ജില്ലയിലെ BJP നേതാക്കന്മാരുമായി ഞാൻ സംസാരിച്ചപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് കേരളത്തിൽ പല സ്ഥലത്തും അടുത്തു തന്നെ CPM അക്രമം ആരംഭിക്കും. അങ്ങനെ ഒരു സൂചന അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ് കാരണം? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ട കനത്ത പരാജയം. ഈ പരാജയത്തിൽ CPM കണ്ടെത്തിയ പല കാരണങ്ങളിലൊന്ന് അണികൾ വളരെ നിർജീവമാണ്. അണികൾ നിർജീവമാണ്, താല്പര്യമില്ല, പുറത്തിറങ്ങുന്നില്ല, പ്രവർത്തിക്കാൻ വരുന്നില്ല, ആവേശമില്ല. അവരിപ്പോൾ ഒരു വിഭാഗം CPMലെ ഒരു വിഭാഗം പറയുന്നത് അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ പഴയ പോലെ 90കളിലെ പോലെ അല്ലെങ്കിൽ 2005 ആ കാലഘട്ടത്തിലെ പോലെ അക്രമ സംഭവങ്ങൾ ഉണ്ടായാൽ, വീണ്ടും കേരളത്തിൽ രാഷ്ട്രീയ അക്രമങ്ങൾ ഉണ്ടായാൽ പാർട്ടി ഉഷാറാവും, അണികൾ സജീവമാവും, വളരെ എന്താ പറയുക സജീവമായ അണികളെ കിട്ടും, പാർട്ടിയൊക്കെ ഒന്ന് ഉഷാറാവും. അപ്പോൾ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പരാജയമൊക്കെ സംഭവിക്കുന്നത് സാധ്യമല്ലാതെ ആക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഒരു വിഭാഗം CPMകാർ വിലയിരുത്തുന്നതാണ് പറയുന്നത്. നമുക്ക് കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി രാഷ്ട്രീയ അക്രമങ്ങൾ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം, എല്ലാ പാർട്ടിക്കാരും വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറിയത് കൊണ്ടും ആ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ, എല്ലാ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ അത്തരത്തിലെ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാവരുത് എന്ന രീതിയിൽ വേണ്ട നിർദ്ദേശം താഴെത്തട്ടിൽ കൊടുത്തതുകൊണ്ടും എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ടുമാണ് കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി രാഷ്ട്രീയ അക്രമങ്ങൾ വളരെ കമ്മിയാണ്. ഈ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അങ്ങനെ അക്രമം അഴിച്ചുവിടാൻ CPMൽ ആളെ തികയാത്തതുകൊണ്ട് BJPയിൽ നിന്ന് റിക്രൂട്ട് ചെയ്തു എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞുതരാം, അവിടെയൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു കേസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, 3 SFIക്കാരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഇതിൽ ആദ്യം കാപ്പ ചുമത്തപ്പെട്ട ആൾ 1ാം പ്രതിയും ഇപ്പോൾ വധശ്രമ കേസിൽ പ്രതി എന്ന് പറയപ്പെടുന്ന ആളും 4ാം പ്രതിയുമായ കേസ് എന്ന്. ഈ കേസിനെ പറ്റി മാതൃഭൂമി ഒന്ന് അന്വേഷിക്കണം. ഇതൊരു പൊളിറ്റിക്കൽ കേസല്ല, ഇതൊരു രാഷ്ട്രീയ കേസല്ല. ചില വ്യക്തിപരമായ കണക്കുകൾ തീർക്കാൻ ഇവർ തമ്മിലുണ്ടായ ഒരു കശപിശയാണ്, ഒരു അടിപിടിയാണ്. ഇതൊരു പൊളിറ്റിക്കൽ കേസായി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഞാനത് അന്വേഷിച്ചിട്ടാണ് പറയുന്നത്. ഈ 1ാം പ്രതി എന്ന് പറയുന്ന ഈ കാപ്പ ചുമത്തപ്പെട്ടവനെ പറ്റി ഞാൻ പത്തനംതിട്ടയിൽ കൃത്യമായി അന്വേഷിച്ചു. അയാൾ ഒരു രാഷ്ട്രീയ കേസിലും പ്രതിയല്ല, ഒരു വില്ലേജ് ഓഫീസിൽ പിക്കറ്റ് ചെയ്ത കേസ് പ്രതിയല്ല, ഹൈവേ ഉപരോധത്തിൽ പ്രതിയല്ല, CPM BJP സംഘർഷത്തിലും പ്രതിയല്ല. ഒക്കെ തന്നെ വ്യക്തിപരമായി കൊട്ടേഷൻ സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ച് പലതരത്തിലുള്ള അക്രമങ്ങൾ നടത്തിയത് കൊണ്ടാണ് സാമൂഹ്യ വിരുദ്ധനായി കണക്കാക്കി കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് കാപ്പ പ്രകാരം അയാളെ പിടിച്ചകത്തിട്ടത്. അയാൾക്ക് ജാമ്യം കിട്ടിയിട്ട് ഏതാനും ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ഇവർ പോയി സ്വീകരിച്ചതാണ്. ഞങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളോട് പതുക്കെ സലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് സമാധാനം വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഇയാളെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ അക്രമ സംഭവങ്ങളിൽ നിരന്തരമായി ഉൾപ്പെടുന്ന ആളുകളെ മെല്ലെ ഒഴിവാക്കുക എന്നല്ലാതെ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ ഉൾപ്പെട്ട കേസുകളെ പറ്റി മാതൃഭൂമി ചാനൽ അന്വേഷിക്കണം. ഓരോ കേസും ഒന്നും രാഷ്ട്രീയ കേസല്ല. ഈ രാഷ്ട്രീയ കേസ് അല്ലാത്ത സ്വന്തമായി ഉണ്ടാക്കുന്ന ക്രിമിനൽ പ്രശ്നങ്ങളാണ് ഇവർ ഈ പ്രതിയായ കേസുകളെല്ലാം. അപ്പൊ അതുകൊണ്ട് ഇതിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരണ്ട. BJP CPM സംഘർഷമല്ല, അങ്ങനത്തെ ഒരു സംഘർഷത്തിൽ പ്രതിയായവരല്ല. എന്നിട്ടും ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ളവരെ CPM എടുക്കുന്നത്